ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ത്രയോദശോധ്യായം. ഇതിൽ 26-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേऽഥ ത്രയോദശോധ്യായഃ. സൂത ഉവാച. നിശമ്യ കൗഷാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യഥോക്ഷജേ പ്രശ്നം പുനസ്തം വിദുരപ്രചക്രമേ. വിദുര ഉവാച. കേ തേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാൻവവായേ പ്രഖ്യാതാഃ കുത്ര വാ സത്രമാസതാം. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്തക്രിയായോഗ പരിചര്യാവിധിർഹരേഃ. സ്വധർമ്മശീലൈഃ പുരുഷൈർഭഗവാൻ യജ്ഞപൂരുഷः യുജ്യമാനോ ഭക്തിമതാ നാരദേനേരിതഃ കില. യാസ്താദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവത്കഥാ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാസ്നേന ആചഷ്ടുമർഹസി. മൈത്രേയ ഉവാച. ധ്രുവസ്യ ചോത്കലപുത്ര പിതരിപ്രസ്ഥിതേ വനം സാർവഭൗമശ്രിയം നൈച്ഛത് അധിരാജാസനം പിതുഃ. സജന്മനോപശാന്താത്മാ നിസ്സംഗസമദർശന ദദർശലോകേ വിദതം ആത്മാനം ലോകമാത്മനി. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിതവിഗ്രഹം അവബോധരസൈകാത്മ്യമാനന്ദം അനുസന്തതം അവ്യവച്ഛിന്നയോഗാഗ്നിദഗ്ധകർമാമലാശയഃ സ്വരൂപം അവരുന്ധാനോ ആത്മനോന്യം തദൈക്ഷത. ജഡാന്ധബധിരോന്മത്തമൂകാകൃതിരതന്മതി ലക്ഷിതപഥിബാലാനാം പ്രശാന്താർച്ചിരിവാനലഃ മത്വാ തം ജഡമുന്മത്തം കുലവൃദ്ധാഃ സമന്ത്രിണഃ വത്സരം ഭൂപതിം ചക്രു യവീയാംസം ഭ്രമേസുതം. സ്വർവീഥിർവത്സരസ്യേഷ്ടാ ഭാര്യാസൂതഷഡാത്മജാൻ പുഷ്പാർണം തിഗ്മകേതും ച ഇഷ്ടമൂർജം വസും ജയം. പുഷ്പാർണസ്യ പ്രഭാ ഭാര്യ ദോഷാ ച ദ്വേ ബഭൂവതു പ്രാതർമധ്യം ദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതാഃ. പ്രദോഷോ നിശിഥോ വ്യുഷ്ട ഇതി ദോഷാസുതാസ്ത്രയഃ വ്യുഷ്ടം സുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ. സ ചക്ഷുസ്സുതമാകൂത്യാം പത്ന്യാം മനുമവാപഃ മനോരസൂതമഹിഷി വിരജാൻ നഡ്വലാസുതാൻ. പുരും ഗുൽസം ത്രിതം ദ്യുമ്നം സത്യവന്തമൃതം വ്രതം അഗ്നിഷ്ടോമമദീരാത്രം പ്രദ്യുമ്നം ശിവിമുൽമുഖം. ഉൽമുഖോ ജനേൽപുത്രാൻ പുഷ്കരിണ്യാം ഷഡൂത്തമാൻ അംഗം സുമനസംഖ്യാതിം ക്രതുമംഗിരസം ഗയം. സുനീതാംഗസ്യ യാ പത്നി സുഷുവേവേനമുദ്ബണം യദ്ദൗശീല്യാത്സരാജർഷിർ നിർവിണ്ണോ നിരഗാത് പുരാത്. യമംഗശേപു കുപിതാ വാഗ്വജ്രാമുനയഃ കില ഗദാസോസ്തസ്യ ഭൂയാസ്തേ മമന്ധുർദക്ഷിണം കരം. അരാജകേ തദാ ലോകേ ദസ്യഭിഃപീഡിതാഃ പ്രജാഃ ജാതോ നാരായണാംശേന പൃഥുരാദ്യക്ഷിതീശ്വരഃ. വിദുര ഉവാച. തസ്യ ശീലനിധേഃ സാധോർബ്രഹ്മണ്യസ്യ മഹാത്മനഃ രാജ്ഞഃ കഥമഭൂത് ദുഷ്ടാ പ്രജാ യദ്വിമനായയൗ. കിം വാംഹോ വേന ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡമയൂയുജൻ ദണ്ഡവ്രതധരേ രാജ്ഞി മുനയോ ധർമ്മകോവിദാഃ. നാവദ്ധേയ പ്രജാപാലപ്രജാഭിർ അഖവാനപി യദസൗ ലോകപാലാനാം ബിഭ്രത്യോജസ്സു തേജസ. ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ സുനീതാത്മജചേഷ്ടിതം ശ്രദ്ധധാനായ ഭക്തായ ത്വം പരാവരവിത്തമഃ. മൈത്രേയ ഉവാച. അംഗോശ്വമേധം രാജർഷിർരാജഹാരമഹാക്രതും നാജഗ്മുർദേവതാസ്തസ്മിന്നാഹൂത ബ്രഹ്മവാദിഭിः തമൂചുർവിസ്മിതാസ്തത്ര യജമാനമഥർദ്വിജ ഹവീംഷി ഹൂയമാനാനി ന തേ ഗൃഹ്ണന്തി ദേവതാഃ. രാജൻ ഹവീംഷി ദുഷ്ടാനി ശ്രദ്ധയാ സാധിതാനി തേ ഛന്ദാംസി യാതയാമാനി യോജിതാനി ധൃതവ്രതൈഃ. ഇതാണ് 27-ാമത്തെ ശ്ലോകം. ഇനി എടുക്കാനുള്ളത്. രാജം ഹവീംഷി ദുഷ്ടാനി ശ്രദ്ധയാ സാധിതാനി തേ ഛന്ദാംസി യാതയാമാനി യോജിതാനി ധൃതവ്രതൈഃ. രാജൻ ഹവീംഷ്യ ദുഷ്ടാനി ശ്രദ്ധയാ സാധിതാനി തേ
ഛന്ദാംസ്യയാതയാമാനി യോജിതാനി ധൃതവ്രതൈഃ. അല്ലയോ രാജൻ, അങ്ങയുടെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള പാകം ചെയ്തതും അതുപോലെ ദോഷരഹിതവും ആയിരിക്കുന്ന ആ വ്രതാനുഷ്ഠാനം അല്ലയോ രാജാവേ, രാജൻ ഹവിംഷ്യദുഷ്ടാനി, അങ്ങയുടെ ആ ഹവിസ് ശ്രദ്ധയാ സാധിതാനി തേ, ശ്രദ്ധയോടെ പാകം ചെയ്തതും അതുപോലെ അദുഷ്ടാനി ദോഷരഹിതവും ആണ്. അസ്മാഭി നമ്മളാൽ വ്രതാനുഷ്ഠാനം ചെയ്ത് ഞങ്ങളാൽ ഛന്ദാംസ്യാതയാമാനി വേദമന്ത്രങ്ങൾ അയാതയാമാനി ന്യൂനതകളൊന്നും കൂടാതെ യോജിതാനി ച പ്രയോഗിക്കപ്പെട്ടിട്ടും ഉണ്ട്. നമ്മൾ വേണ്ട പോലെ ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലയോ രാജാവേ, അങ്ങയുടെ ആ ഹവിസ്, അങ്ങ് അർപ്പിക്കുന്നതായിരിക്കുന്ന ആ ഹവിസ് ശ്രദ്ധയോടെ പാകം ചെയ്തിട്ട് ദോഷരഹിതമായിട്ടുള്ളതാണ്. അതിനെ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഞങ്ങളാൽ ആ വേദമന്ത്രങ്ങളൊക്കെ ന്യൂനതകൾ കൂടാതെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ പറയുകയാണ് ഋത്തിക്കുകൾ. പോലത്തെ പദങ്ങളെ ഹേ രാജൻ, അല്ലയോ രാജാവേ, തേ ഹവീംഷി അങ്ങയുടെ ഹവിസ് ശ്രദ്ധയോടെ ആസാദിതാനി പാകം ചെയ്തതും അദുഷ്ടാനി ദോഷരഹിതവുമാണ്. ധൃതവ്രതൈഃ അസ്മാഭിः വ്രതാനുഷ്ഠാനം നടത്തുന്ന ഞങ്ങളാൽ ഛന്ദാംസി വേദമന്ത്രങ്ങൾ അയാതയാമാനി ന്യൂനത കൂടാതെ യോജിതാനി ച പ്രയോഗിക്കപ്പെട്ടിട്ടും ഉണ്ട്. എന്നുകൂടി പറയാം. ഹേ രാജൻ, അല്ലയോ രാജാവേ, തേ ഹവീംഷി അങ്ങയുടെ ഹവിസ് ശ്രദ്ധയോടെ ആസാദിതാനി പാകം ചെയ്തതും അദുഷ്ടാനി ദോഷരഹിതവുമാണ്. ധൃതവ്രതൈഃ അസ്മാഭിः വ്രതാനുഷ്ഠാനം നടത്തുന്ന ഞങ്ങളാൽ ഛന്ദാംസി വേദമന്ത്രങ്ങൾ അയാതയാമാനി ന്യൂനത കൂടാതെ യോജിതാനി ച പ്രയോഗിക്കപ്പെട്ടിട്ടുമുണ്ട്. അല്ലയോ രാജാവേ, അങ്ങയുടെ ഹവിസ് ശ്രദ്ധയോടെ പാകം ചെയ്തതും ദോഷരഹിതവുമാണ്. വ്രതാനുഷ്ഠാനം നടത്തുന്ന ഞങ്ങളാൽ ആ വേദമന്ത്രങ്ങളൊക്കെ ന്യൂനതകൾ കൂടാതെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. രാജർഷിയായിരിക്കുന്ന അങ്കൻ അശ്വമേധം എന്ന മഹായാഗം ആരംഭിച്ചു എന്ന് പറഞ്ഞു. യാഗകർമ്മങ്ങൾ നന്നായി അറിയാവുന്ന ഋത്തിക്കുകൾ എത്ര തന്നെ ആവാഹിച്ചിട്ടും ആ ദേവന്മാർ തങ്ങളുടെ ഭാഗങ്ങൾ സ്വീകരിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞു. തങ്ങൾ ഹോമിക്കുന്ന ഹവിസ് ദേവതകൾ സ്വീകരിക്കുന്നില്ലെന്ന് ആ ഋത്തിക്കുകൾ വിസ്മയപൂർവ്വം യജമാനായിരിക്കുന്ന അങ്കനോട് പറഞ്ഞു. അല്ലയോ രാജൻ, ഞങ്ങൾ ഹോമിച്ച ഹവിസുകൾ ശ്രദ്ധയോടെ പാകം ചെയ്തവയും യാതൊരു ദോഷാംശവും കലരാത്തവയുമാണ്. ഞങ്ങൾ വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ട്. വേദമന്ത്രങ്ങൾ യാതൊരു ന്യൂനതയും കൂടാതെ ജപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഛന്ദാംസ്യയാതയാമാനി, ഇത് ഭാഗവതത്തിൽ അനേകം സന്ദർഭങ്ങളിൽ കാണാം. ഇതിന് വ്യാഖ്യാതാക്കൾ പല അർത്ഥങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. യാതയാമം എന്ന ശബ്ദത്തിന് ഒരു യാമം കഴിഞ്ഞെന്നാണ് വാച്യാർത്ഥം. ജീർണം ച പരിഭുക്തം ച യാതയാമമിതം ദ്വയം. അമരവാക്യത്തിൽ യാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതെന്നും അനുഭവിക്കപ്പെട്ടതെന്നും അർത്ഥം. ഭഗവത്ഗീതയിൽ താമസാഹാരങ്ങൾ പറയുന്നിടത്ത് യാതയാമം ഗതരസം എന്ന് പറയുന്നുണ്ട്. യാതയാമം മന്ദപക്കം, അതായത് വേണ്ടത്ര പഴുക്കാത്തത്, പാകമാവാത്തത് ആചാര്യസം പറയില്ല, ശരിയായിട്ട് വേവാത്തത് എന്നെല്ലാം ഒക്കെ അർത്ഥം. യാതയാമം പ്രഹരാൽ പ്രാകൃതം ശീതളതരം ഗതമിത്യർത്ഥഃ എന്ന് ഭാവദീപത്തിൽ പറയുന്നുണ്ട്. ഒരു യാമം കഴിഞ്ഞതും തണുത്തതും എന്നർത്ഥം. ഇവയെല്ലാം ആഹാര സാധനങ്ങളെ സംബന്ധിക്കുന്നവയാകിയാൽ ലൗകികാർത്ഥങ്ങൾ മാത്രമാണ്. വേദത്തിന് യാതയാമത എങ്ങനെ വരുന്നുവെന്നതിന് വൈദിക ഗ്രന്ഥങ്ങളെ തന്നെ അവലംബിക്കണം. ഛന്ദോക ബ്രാഹ്മണത്തിലാണ് ഇതുള്ളത്. യോ ഹവ അവിദിതാശ്രേയ ഛന്ദോ ദൈവത ബ്രാഹ്മണേന മന്ത്രേണ യജത്തെ യാജയതി വാധ്യാപയതി വാ യാതയാമാന്യസ്യ ഛന്ദാംസി ഭവന്തി. ഇങ്ങനെ ഓരോ വേദമന്ത്രത്തിനും അതിൻ്റെ ദ്രഷ്ടാവായിരിക്കുന്ന ഋഷി ആര്, അതിൻ്റെ ഛന്ദസ് എന്ത്, മന്ത്രത്താൽ സ്തുതിക്കപ്പെടുന്ന
ദേവതയേത്, പ്രയോഗിക്കേണ്ട കർമ്മം വിധിക്കുന്ന ബ്രാഹ്മണമേത് എന്നീ 4 കാര്യങ്ങളുണ്ട്. അവ കൂടാതെ ജപിക്കുന്ന വേദമന്ത്രങ്ങൾ യാതയാമങ്ങളാണെന്നർത്ഥം. അപ്പോൾ യാതയാമങ്ങളായി ഉച്ചരിച്ചാൽ അനേകം ദോഷങ്ങളുണ്ടെന്നും ഛന്ദോഗ ബ്രാഹ്മണത്തിൽ തുടർന്നുള്ള ആ ഭാഗങ്ങളിൽ പറയുന്നു. ഈ പ്രമാണം ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് സ്ഥാണും വാർച്ഛന്തി ഗർത്തം വാ പ്രതിപദ്യതേ എന്നും ആ വൃക്ഷമായി തീരാം അല്ലെങ്കിൽ നരകത്തിൽ പതിക്കാം എന്നൊക്കെ അതിൻ്റെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രം നമുക്ക് നോക്കാം. മൈത്രേയൻ പറയണ, രാജർഷിയായിരിക്കുന്ന അംഗൻ യാഗങ്ങളിൽ വെച്ച് മഹത്തായിട്ടുള്ള അശ്വമേധം ആരംഭിച്ചു. ആ യാഗത്തിൽ വേദമന്ത്രങ്ങൾ നന്നായി എറിയുന്ന ഋത്തിക്കുകൾ യജ്ഞഭാഗം സ്വീകരിക്കാൻ വിളിക്കപ്പെട്ട ദേവതകളെത്തിയില്ല എന്ന് പറഞ്ഞു. വിസ്മയപ്പെട്ട ഋത്തിക്കുകൾ യജമാനനായിരിക്കുന്ന അംഗനോട് പറഞ്ഞു, അങ്ങ് ഹോമിക്കുന്ന അവിസുകൾ ദേവതകൾ സ്വീകരിക്കുന്നില്ല. ഈ രാജാവെ, അവിസുകൾ ദുഷിച്ചവയല്ല, ഞങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ജപിക്കുന്ന മന്ത്രങ്ങളുടെ സ്വരങ്ങൾക്കോ വർണ്ണങ്ങൾക്കോ പിഴവും പറ്റിയിട്ടില്ല. ഞങ്ങളുടെ വ്രതത്തിനും ഭംഗം വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ദേവന്മാർ സ്വീകരിക്കാത്തത് ഹവിസിൽ ദോഷമുള്ളത് കൊണ്ടാണ് എന്ന് ശങ്കിക്കേണ്ട എന്നാണ് പറയുന്നത്. യാതൊരു ദോഷവും ഇല്ലാതിരിക്കുന്ന ഹവിസുകളാകുന്നു. യജമാനായ അങ്ങയുടെ ശ്രദ്ധാശൈഥില്യം ആയിരിക്കുമോ സ്വീകരിക്കാതിരിക്കാൻ കാരണമെന്ന് വിചാരിക്കേണ്ട. അങ്ങയാൽ ശ്രദ്ധാപൂർവം ഉണ്ടാക്കപ്പെട്ടത് തന്നെയാണ്. മന്ത്രങ്ങളെ ഉച്ചരിക്കുന്നതിൽ വർണ്ണങ്ങൾക്കോ സ്വരങ്ങൾക്കോ തടസ്സങ്ങൾ നേരിട്ടിരിക്കുമോ എന്നും ആലോചിക്കേണ്ട. യാതൊരു ദോഷവുമില്ലാത്ത വിധമാണ് ഞങ്ങൾ മന്ത്രത്തെ ഉച്ചരിക്കുന്നത്. ഞങ്ങൾക്ക് നിഷ്ഠ പോരാത്തത് കൊണ്ടായിരിക്കുമോ എന്നും ഊഹിക്കേണ്ട. ഞങ്ങളുടെ വ്രതത്തിന് യാതൊരു ഭംഗവും നേരിട്ടില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ ദേവാഹ കുതോ നായാന്തി, എന്തുകൊണ്ടാണ് ദേവന്മാർ ഇത് എടുക്കാത്തത്? ഹേ സദസ്യാഹ, ഇവിടെ വിസ്മിതാഹ ഋത്വിജോംഗം ജഗതു ഹേ അംഗ ത്വയാം ഹവീംഷി ശ്രദ്ധയാ സമ്പാദിതാനി, വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിപ്പെട്ട ആവിസ് ഹൂയമാനാനി, ദേവതകൾ ന ഗൃഹന്തി, സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. തസ്യ കാരണം വയം ന വിദ്മഹ, അതിൻ്റെ കാരണം മനസ്സിലാവില്ല. മൈത്രേയൻ പറയുകയാണ്, ദ്വിജവചഃ ശ്രുത്വാ ഖിന്നഃ സൻ സദസ്യാൻ പപ്രച്ഛ. ആ ദ്വിജന്മാർ ബ്രാഹ്മണർ പറയുന്നത് കേട്ടിട്ട് അത് സദസ്യരോട് പറഞ്ഞു. അവർ ബ്രാഹ്മണർ ദ്വിജവചഃ ശ്രുത്വാ കേട്ടിട്ട് ഖിന്ന സദസ്യാൻ പപ്രച്ഛ, സദസ്യർ ചോദിച്ചു എന്നാണ്. ഹേ സദസ്യാ, അല്ലയോ സദസ്യരെ, ദേവാഹ കുതോ നായാന്തി ഭാഗാൻ കുതോ ന ഗൃഹന്തി മയാ കിം അപരാധം തദ്ബ്രൂത. ഞാൻ എന്താണ് ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മളെന്താണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ പറയാൻ വേണ്ടി പറയുകയാണ്. അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. 28ാമത്തെ ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ ദേവന്മാർ ഇത് സ്വീകരിക്കാത്തതെന്നുള്ളത് മാത്രമേ അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. 20 തസ്യ കാരണം വയം ന വിദ്മഃ. അത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം.
ഋത്തിക് മൈത്രേയ ഉവാച ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം. ന വിദാമേഹ ദേവാനാം ഹേളനം വയമണ്ണുപി യെന്ന ഗൃഹന്തി ഭാഗാൻ സ്വാൻ യേ ദേവാഃ കർമ്മസാക്ഷിണഃ. ന വിദാമേഹ ദേവാനാം ഹേളനം വയമണ്ണുപി യെന്ന ഗൃഹന്തി ഭാഗാൻ സ്വാൻ യേ ദേവാഃ കർമ്മസാക്ഷിണഃ. ഇവിടെ ആ ദേവന്മാരുടെ പേരിൽ അല്പം പോലും അവഹേളനം നടന്നതായിട്ട് ഞങ്ങൾ അറിയില്ല. ന വിദാമഹേ, നമ്മൾ അറിയുന്നില്ല. ദേവന്മാരെ അവഹേളനം ചെയ്തതായിട്ട് വയമണ്ണപി, ഒരു അണുപോലും ഒരു അവഹേളനം ഇവിടെ ഉണ്ടായിട്ടില്ല. എന്ന് ഗൃഹന്തി ഭാഗാൻ സ്വാൻ ദേവാ കർമ്മസാക്ഷിണ, നമ്മളറിയില്ല. എന്നിട്ടും ആ കർമ്മസാക്ഷികളായിരിക്കുന്ന ദേവന്മാരാരോ അവർക്കുള്ള ആവിർഭാവങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് അറിവില്ല എന്നുള്ളതാണ് പറയുന്നത്. ന വിദാമേഹ ദേവാനാം ഹേളനം വയമണ്ണുപി എന്ന ഗൃഹന്തി ഭാഗാൻ സ്വാൻ യേ ദേവാഹ കർമ്മസാക്ഷിണ. അപ്പോൾ അതിൽ 27ാമത്തെ ശ്ലോകത്തിലത്തെ അന്വയം വന്നിട്ട് രാജൻ ഹവീംഷ്യ ദുഷ്ടാനി ശ്രദ്ധയാസാദിതാനി തേ ഛന്ദാംസി യാതയാമാനി യോജിതാനി ധൃതവ്രതൈ. അതിൽ തന്വയം വന്നിട്ട് ഹേ രാജൻ തേ ഹവീംഷി ശ്രദ്ധയാ അസാദിതാനി അതുഷ്ടാനി ധൃതവ്രതൈ അസ്മാഭിः ഛന്ദാംസി അയാതയാമാനി യോജിതാനി എന്നുള്ളതാണ് വരുന്നത്. യോജിതാനി ച എന്നുള്ളതാണ് വരുന്നത്. ഒന്നുകൂടി പറയാം. ഹേ രാജൻ തേ ഹവീംഷി ശ്രദ്ധയാ അസാദിതാനി അതുഷ്ടാനി ധൃതവ്രതൈ അസ്മാഭിः ഛന്ദാംസി അയാതയാമാനി യോജിതാനി. അല്ലയോ രാജാവേ, അങ്ങയുടെ ആ ഹവിസ് ശ്രദ്ധയോടെ പാകം ചെയ്തതും ദോഷരഹിതവുമാണ്. വ്രതാനുഷ്ഠാനം നടത്തുന്ന ഞങ്ങളാൽ ആ വേദമന്ത്രങ്ങൾ ന്യൂനതകൾ കൂടാതെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വിദാമേഹ, നമുക്കറിയില്ല. വിദാമേഹ ദേവാനാം ഹേളനം, ദേവന്മാർക്ക് എന്തെങ്കിലും അവഹേളനം ഉണ്ടായതായിട്ട് വയമണ്ണുവി നമുക്കറിയില്ല. അണുപോലും ആ ഹേളനം ഉണ്ടായിട്ട് എന്ന ഗൃഹന്തി, എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കാത്തത്? ഭാഗാൻ സ്വാൻ യേ ദേവാ, ആ ഭാഗം സ്വീകരിക്കാൻ വരാത്തത് ദേവന്മാരെ, കർമ്മസാക്ഷികളായിരിക്കും ദേവന്മാരെ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ ഇഹ, ഇവിടെ, ദേവാനാം, ദേവന്മാരുടെ പേരിൽ, അണുവപി അല്പമെങ്കിലും അവഹേളനം നടന്നതായിട്ട് വയം, ഞങ്ങൾ, ന വിദാമ അറിയുന്നില്ല. കർമ്മസാക്ഷിണ, എന്നിട്ടും കർമ്മസാക്ഷികളായിരിക്കുന്ന ദേവന്മാർ, യേ ആരോ, അവർ, സ്വാൻ അവരവർക്കുള്ള ഭാഗാൻ ആവിർഭാഗങ്ങൾ, യത് എന്തുകൊണ്ട്, ന ഗൃഹന്തി ഇതിനെ അപി അല്ല ന ഗൃഹന്തി ഇതി അപി വയം ന വിദാമ സ്വീകരിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിവില്ല. ഒന്നുകൂടി പറയാം. ഇഹ ഇവിടെ, ദേവാനാം ദേവന്മാരുടെ പേരിൽ, അപി അല്പമെങ്കിലും അവഹേളനം നടന്നതായിട്ട് വയം ഞങ്ങൾ, ന വിദാമ അറിയുന്നില്ല. കർമ്മസാക്ഷിണ എന്നിട്ടും കർമ്മസാക്ഷികളായ ദേവന്മാർ, യേ ആരോ അവർ, സ്വാൻ അവരവർക്കുള്ള ഭാഗാൻ ആവിർഭാഗങ്ങൾ, യത് എന്തുകൊണ്ട്, ന ഗൃഹന്തി ഇതി അപി വയം ന വിദാമ സ്വീകരിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിവില്ല. ഇതിലത്തെ അന്വയം വന്നിട്ട് ഇഹ ദേവാനാം അപി ഹേളനം വയം വിദാമ ന വിദാമ കർമ്മസാക്ഷിണഃ ദേവാഃ യേ സ്വാൻ ഭാഗാൻ യത് ന ഗൃഹന്തി ഇതി അപി വയം ന വിദാമ. ഒന്നുകൂടി പറയാം. ഇഹ ദേവാനാം അപി ഹേളനം വയം ന വിദാമ കർമ്മസാക്ഷിണഃ ദേവാഃ യേ സ്വാൻ ഭാഗാൻ യത് ന ഗൃഹന്തി ഇതി അപി വയം ന വിദാമ. ഇപ്പോൾ പറയുന്ന ഇവിടെ ദേവന്മാരുടെ പേരിൽ അല്പം പോലും അവഹേളനം നടന്നതായിട്ട് ഞങ്ങൾ അറിയുന്നില്ല. എന്നിട്ടും കർമ്മസാക്ഷികളായിട്ടുള്ള ദേവന്മാർ, അവർ
അവരവർക്കുള്ള ആവിർഭാഗങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് അറിവില്ല. കർമ്മസാക്ഷികളായ ദേവന്മാരുടെ നേർക്ക് വണക്കമില്ലായ്മ അണുമാത്രം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ അവർ യജ്ഞഭാഗം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ദേവന്മാരെ അണുമാത്രമെങ്കിലും ധിക്കരിച്ചതായിട്ട് ഞങ്ങൾ അറിയുന്നില്ല. കർമ്മസാക്ഷികളായുള്ള ദേവന്മാർ അവരുടെ ഭാഗങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ എന്താണ് കാരണമെന്ന് ഞങ്ങൾ കാണുന്നില്ല. അതുതന്നെയാണ് ഈ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദേവാഹ കുതോ നായാന്തി ഭാഗാൻ, എന്തുകൊണ്ടാണ് ദേവന്മാരെ സ്വന്തം ഭാഗങ്ങൾ സ്വീകരിക്കാൻ വരാത്തത് എന്നുള്ള ന ഗൃഹന്തി, എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല. മയാ കിം അപരാധം തത് ബ്രൂത, ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തോ ഒക്കെയുള്ളതാണ് ഈ സദസ്യർ ചോദിക്കുന്നത്. ഹേ സദസ്യാഹ ദേവാഹ കുതോ നായാന്തി ഭാഗാൻ കുതോ ന ഗൃഹന്തി മയാ കിം അപരാധം തത് ബ്രൂത. ഇനി അടുത്ത ശ്ലോകം നോക്കാം. മൈത്രേയ ഉവാച, ഇത്തിക്കോ പറഞ്ഞ ശേഷം ആ മൈത്രേയ മുനി പറയുകയാണ്. അംഗോ ദ്വിജവച ശ്രുത്വാ യജമാനസുദുർമനാ തത് പ്രഷ്ടും വ്യസൃജദ്വാചം സദസ്യാംസ്തദനുജ്ഞേയ. അംഗോ ദ്വിജവച ശ്രുത്വാ യജമാനസുദുർമനാ തത് പ്രഷ്ടും വ്യസൃജദ്വാചം സദസ്യാംസ്തദനുജ്ഞേയ. ആ ഋത്തിക്കുകളുടെ വാക്ക് കേട്ടിട്ട് ആ യജമാനൻ ആയിരിക്കണ അംഗൻ അത്യന്തം വ്യാകുലനായി, അദ്ദേഹത്തിന് സങ്കടം വന്നു ഇത് കേട്ടിട്ട്. സദസ്യരോട് എന്തെന്ന് ചോദിക്കുവാൻ ആ അനുവാദത്തോടെ മൗനം ഭഞ്ജിച്ചു. തത്പ്രഷ്ടും വിസൃതദ്വാചം, ചോദിക്കുവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അംഗോ ദ്വിജവച ശ്രുത്വ, ആ ഋത്തിക്കളുടെ വാക്ക് കേട്ടിട്ട് ആ യജമാനായിരിക്കുന്ന അംഗൻ അത്യന്തം സുദുർമന, വ്യാകുലപ്പെട്ടിട്ട് ആ സദസ്യരോട് എന്താണെന്ന് ചോദിക്കുവാൻ വേണ്ടിയിട്ട് അനുവാദത്തോടെ, ഋത്തിക്കളുടെ അനുവാദത്തോടെ അവരോട് ചോദിക്കുവാൻ പുറപ്പെട്ടു. പക്ഷേ മൗനം ഭഞ്ജിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ പദങ്ങൾ ദ്വിജവചഹ, ഋത്തിക്കളുടെ വാക്ക്, ശ്രുത്വ കേട്ട്, യജമാനഹ യജമാനായിരിക്കുന്ന അംഗൻ, സുദുർമനാഹ അത്യന്തം വ്യാകുലപ്പെട്ടവനായിട്ട്, സദസ്യാൻ ആ സദസ്യരോട്, തത് അതെന്തെന്ന്, പ്രഷ്ടും ചോദിക്കുവാൻ, തദജ്ഞേയ ഋത്തിക്കുകളുടെ അനുവാദത്തോടെ, വാചം വ്യസൃജത് മൗനം ഭഞ്ജിച്ചു. എന്നുകൂടി പറയാം. ദ്വിജവചഹ ഋത്തിക്കുകളുടെ വാക്ക്, ശ്രുത്വ കേട്ട്, യജമാനഹ യജമാനായിരിക്കുന്ന അംഗൻ, സുദുർമനാഹ അത്യന്തം വ്യാകുലപ്പെട്ടവനായിട്ട്, സദസ്യാൻ സദസ്യരോട്, തൽ അതെന്തെന്ന്, പ്രഷ്ടും ചോദിക്കുവാൻ, അത് അനുജ്ഞേയ ഋത്തിക്കുകളുടെ അനുവാദത്തോടെ, വാചാം വ്യസൃജത് മൗനം ഭഞ്ജിച്ചു. വലുത അന്വയം വന്നിട്ട് ദ്വിജവചഃ ശ്രുത്വാ യജമാനഃ അംഗഃ സുദുർമനാഃ സദസ്യാൻ തത് പ്രഷ്ടും തദനുജ്ഞേയ വാചം വ്യസൃജത്. എന്നുകൂടി പറയാം. ദ്വിജവചഃ ശ്രുത്വാ യജമാനഃ അംഗഃ സുദുർമനാഃ സദസ്യാൻ തൽ പ്രഷ്ടും തദനുജ്ഞേയ വാചം വ്യസൃജത്. ഋത്തിക്കുകളുടെ വാക്ക് കേട്ട് ആ യജമാനായിരിക്കുന്ന അംഗൻ അത്യന്തം വ്യാകുലപ്പെട്ടവനായിട്ട് സദസ്യരോട് അതെന്തെന്ന് ചോദിക്കുവാൻ അനുവാദത്തോടെ മൗനം ഭഞ്ജിച്ചു. അപ്പോൾ ഈ യജ്ഞത്തിൽ ദേവന്മാരുടെ എന്തെങ്കിലും അപരാധം ചെയ്തതായിട്ട് ഞങ്ങൾക്കറിവില്ല. എന്തു കാരണത്താലാണ് കർമ്മസാക്ഷികളായിരിക്കുന്ന ദേവന്മാർ വന്ന് അവരുടേതായ ഭാഗങ്ങൾ സ്വീകരിക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഋത്തിക്കുകളുടെ വാക്യം കേട്ടിട്ട് യജമാനായിരിക്കുന്ന അംഗന് അതിയായിരിക്കുന്ന മനോവിഷം ഉണ്ടായി. യജമാനൻ മനോവ്രതത്തിലിരിക്കുകയാണ്. ഋത്തിക്കുകളുടെ അനുവാദപ്രകാരം അതിനെ ഭഞ്ജിച്ച് സദസ്യരോട് ഇപ്രകാരം ചോദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദ്വിജവചഃ ശ്രുത്വ, ആ ഋത്തിക്കുകളുടെ വാക്കുകൾ കേട്ടിട്ട് ഖിന്നനായിരിക്കുന്ന അംഗൻ സദസ്യാൻ പപ്രച്ഛ സദസ്യരോട് ചോദിച്ചു.
ഇവിടെ മൈത്രേയൻ പറയണം, ബ്രാഹ്മണരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് മനസ്സുഖമില്ലാത്തതായിരിക്കുന്ന യജമാനായിരിക്കുന്ന അങ്കൻ ആ സദസ്യരോട് അനുവാദം വാങ്ങിയിട്ട് അതിനെപ്പറ്റി ചോദിക്കാനായിട്ട് മൗനം ഭഞ്ജിച്ചു. യജ്ഞഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് മൗനവ്രതം യജമാനൻ ദീക്ഷിച്ചിരിക്കുന്നതാണ് സാധാരണ സമ്പ്രദായം. ആ സ്ഥിതിയിൽ ഇരിക്കുന്ന യജമാനായ അംഗരാജന് ഋത്തിക്കുലുള്ള വാക്ക് ഈ വിധം കേട്ടപ്പോൾ മനസ്സുഖമില്ലാതെ ദോഷം എന്തായിരിക്കും എന്ന് ആ സദസ്യന്മാരോട് ചോദിപ്പാനായിട്ട് അവരുടെ അനുവാദപ്രകാരം മൗനവ്രതത്തെ ഉപേക്ഷിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്താ ചോദിച്ചത് നോക്കാം. 31 ശ്ലോകം. സദസസ്പതയ ഊചുഹു നരദേവേഹ ഭവതോ നാഖം താവന്മനാക് സ്ഥിതം അസ്ത്യേകം പ്രാക്തനമഖം യദി ഹേദൃക് ത്വമപ്രജഃ നരദേവേഹ ഭവതോ നാഖം താവന്മനാക് സ്ഥിതം അസ്ത്യേകം പ്രാക്തനമഖം യദി ഹേദൃക് ത്വമപ്രജഃ നരദേവേഹ ഭവതോ നാഖം താവന്മനാക് സ്ഥിതം അസ്ത്യേകം പ്രാക്തനമഖം യദി ഹേദൃക് ത്വമപ്രജഃ. അല്ലയോ രാജാവേ, നരദേവ രാജാവേ, ഭവാന് ഈ വിഷയത്തിൽ അല്പവും ദോഷം നിൽപ്പില്ല. ഒരു മുജ്ജന്മത്തിലോ ദുരിതം, ഏതെങ്കിലും ഒരു മുജ്ജന്മത്തിൽ ദുരിതം ഉണ്ട്, അതിനാൽ ഈ ജന്മത്തിൽ അങ്ങ് ഇങ്ങനെ സന്താനമില്ലാത്തവനായി. അല്ലയോ നരദേവ, അല്ലയോ രാജാവേ, ഭവാന് ഈ വിഷയത്തിൽ നരദേവേഹ ഭവതോ അങ്ങയ്ക്ക് നാഖം ഒരു പാപവും ഇല്ല. താവന്മനാക് സ്ഥിതം ഈ വിഷയത്തിൽ അല്പം പോലും അഖം പാപം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അസ്ത്യേകം പ്രാക്തനമഖം എന്നാൽ ഒരു മുജ്ജന്മത്തിലെ ഒരു ദുരിതം, ചെറുതായിട്ടുള്ളൊരു ദുരിതമുണ്ട്. പ്രാക്തനമഖം യതിഹേദ്രിക്, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അങ്ങക്ക് അപ്രജഃ കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ നരദേവ, അല്ലയോ രാജാവേ, ഭവതഃ ഭവാന് ഇഹ താവത് ഈ വിഷയത്തിൽ മനാഖ് അല്പവും അഖം ദോഷം നസ്ഥിതം നിൽപ്പില്ല. ഏകം ഒരു പ്രാക്തനം മുജ്ജന്മത്തിലെ അഖം ദുരിതം ഉണ്ട്. അസ്തി യത് അതിനാൽ ഇഹ ഈ ജന്മത്തിൽ ത്വം അങ്ങ് ഈദൃക് ഇങ്ങനെ അപ്രജഃ സന്താനം ഇല്ലാത്തവനായി. ഹേ നരദേവ, അല്ലയോ നരദേവ രാജാവേ, ഭവതഃ ഭവാന് ഇഹ താവത് ഈ വിഷയത്തിൽ മനാഖ് അല്പം പോലും അഖം ദോഷം നസ്ഥിതം നിൽപ്പില്ല. ഏകം ഒരു പ്രാക്തനം ഉജ്ജന്മത്തിലെ അഖം ദുരിതം അസ്തി ഉണ്ട്. യത് അതിനാൽ ഇഹ ഈ ജന്മത്തിൽ ത്വം അങ്ങ് ഈദൃക് ഇങ്ങനെ അപ്രജഃ സന്താനം ഇല്ലാത്തവനായി. അപ്പോൾ ഇത് അന്വയം വന്നിട്ട് ഹേ നരദേവ ഭവതാ ഇഹ താവത് മനാക് അഖം നസ്ഥിതം ഏകം പ്രാക്തനം അഖം അസ്തി യത് ഇഹ ത്വം ഈദൃക് അപ്രജഃ. കൂടി പറയാം. നരദേവ ഭവതഃ ഇഹ താവത് മനാക് അഖം നസ്ഥിതം ഏകം പ്രാക്തനം അഖം അസ്തി യത് ഇഹ ത്വം ഈദൃക് അപ്രജഃ. അല്ലയോ രാജാവേ, ഭവാന് ഈ വിഷയത്തിൽ അല്പവും ദോഷം നിലനിൽപ്പില്ല. എന്നാൽ മുജ്ജന്മത്തിലെ ഒരു ദുരിതം ഉണ്ട്, അതിനാലാണ് ഈ ജന്മത്തിൽ അങ്ങ് ഇപ്രകാരം സന്താനമില്ലാത്തവനായത് പറയാണ്.
അപ്പോൾ ഈ യജ്ഞത്തിന് അങ്ങയുടെ ഭാഗത്തു നിന്നും യാതൊരു വൈകല്യവും വന്നുപെട്ടിട്ടില്ല. എന്നാൽ അങ്ങക്ക് പൂർവ്വജന്മാർജിതം ആയിരിക്കുന്ന ഒരു പാപമുണ്ട്. അതാണ് അങ്ങക്ക് ഈ ജന്മത്തിൽ സന്താനം ഉണ്ടാകാത്തതിൻ്റെ കാരണം. സദസ്സിൻ്റെ നാഥന്മാരെ, ഈ യാഗത്തിൽ വിളിക്കപ്പെട്ട ദേവന്മാർ വരാതിരിക്കാനും അവർക്ക് വേണ്ടി സമർപ്പിച്ച സോമപാത്രങ്ങൾ സ്വീകരിക്കാതിരിക്കാനും ഞാൻ എന്ത് ദോഷമാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയുവിൻ. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു ശ്ലോകമുണ്ട്, വിട്ടുപോയി. 30ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. നാഗച്ഛന്ത്യാഹുതാ ദേവ ന ഗൃഹന്തി ഗൃഹാനിഹ സദസസ്പതയോ ബ്രൂത കിമവദ്യം മയാ കൃതം. നാഗച്ഛന്ത്യാഹുതാ ദേവ ന ഗൃഹന്തി ഗൃഹാനിഹ സദസസ്പതയോ ബ്രൂത കിമവദ്യം മയാ കൃതം. ഹേ സദസ്യരെ, ആഹൂതാഹ, ആവാഹിക്കപ്പെട്ടിട്ടും ആ ദേവന്മാർ വരുന്നില്ല. ഇവിടെ ആ സോമപാത്രങ്ങളെ സ്വീകരിക്കുന്നില്ല. എന്നാൽ എന്തു വൈകല്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നാലും പറയാണ്. സദസ്യരോട് ചോദിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നാഗച്ഛന്ത്യാഹുതാ ദേവ, ആവാഹിക്കപ്പെട്ടിട്ടും നാഗച്ഛന്ത്യ, ദേവന്മാർ ആഗച്ഛന്തി, വരുന്നില്ല. ന ഗൃണന്തി, ആരും സ്വീകരിക്കുന്നില്ല. ഗ്രഹാനിവ, സോമപാത്രങ്ങളെ, ഗ്രഹാനിഹ, സോമപാത്രങ്ങളെ സ്വീകരിക്കുന്നില്ല. ന ഗൃണന്തി, എടുക്കുന്നില്ല. സദസസ്പതയോ അല്ലയോ സദസ്യരെ ബ്രൂത, പറയൂ. കിം അവദ്യം, എന്ത് വൈകല്യം ചെയ്യപ്പെട്ടു. മയാകൃതം, എന്നാൽ ചെയ്യപ്പെട്ടു എന്നത് പറഞ്ഞു തന്നാലും പറയാണ്. നാഗച്ഛന്ത്യാഹുതാ ദേവാ ന ഗൃഹന്തി ഗ്രഹാനിവ ഇഹ സദസസ്പതയോ ബ്രൂത കിമവദ്യം മയാകൃതം. പല പദങ്ങൾ. ഹേ സദസസ്പതയ, അല്ലയോ സദസ്യരെ, ആഹൂതാഹ, ആവാഹിച്ചിട്ടും ദേവാഹ, ദേവന്മാർ ന ആഗച്ഛന്തി, വരുന്നില്ല. ഇഹ, ഇവിടെ, ഗ്രഹാൻ, സോമപാത്രങ്ങളെ, ന ഗൃഹന്തി, എടുക്കുന്നുമില്ല. എന്നാൽ കിം അവദ്യം, എന്തു വൈകല്യം കൃതം, ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബ്രൂത, പറഞ്ഞു തന്നാലും. ഒന്നുകൂടി പറയാം. ഹേ സദസസ്പതയ, അല്ലയോ സദസ്യരെ, ആഹൂതാഹ, ആവാഹിച്ചിട്ടും ദേവാഹ, ദേവന്മാർ ന ആഗച്ഛന്തി, വരുന്നില്ല. ഇഹ, ഇവിടെ, ഗ്രഹാൻ, സോമപാത്രങ്ങളെ, ന ഗൃഹന്തി, എടുക്കുന്നുമില്ല. എന്നാൽ കിം അവദ്യം, എന്തു വൈകല്യം കൃതം, ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബ്രൂത, പറഞ്ഞാലും. അതിൽ തന്വയം വന്നിട്ട് ഹേ സദസസ്പതയ ആഹൂതാഹ ദേവാഹ ന ആഗച്ഛന്തി ഇഹ ഗ്രഹാൻ ന ഗൃഹന്തി മയാ കിം അവദ്യം കൃതം ബ്രൂത. ഒന്നുകൂടി പറയാം. ഹേ സദസസ്പതയ ആഹൂതാഹ ദേവാഹ ന ആഗച്ഛന്തി ഇഹ ഗ്രഹാൻ ന ഗൃഹന്തി മയാ കിം അവദ്യം കൃതം ബ്രൂത. സദസ്യരെ, അല്ലയോ സദസ്യരെ, ആവാഹിച്ചിട്ടും ദേവന്മാർ വരുന്നില്ല. ഇവിടെ സോമപാത്രങ്ങളെ സ്വീകരിക്കുന്നില്ല. എന്നാൽ എന്ത് വൈകല്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നാലും. അപ്പോൾ ഋത്വിക്കുകളുടെ വാക്യം കേട്ട യജമാനായിരിക്കുന്ന അങ്കന് അതിയായിട്ടുള്ള മനോവിഷമുണ്ടായി. യജമാനൻ മൗനവ്രതത്തിലിരിക്കുകയാണ്. ഋത്വിക്കുകളുടെ അനുവാദപ്രകാരം അതിനെ ഭഞ്ജിച്ച് ആ സദസ്യരോട് ചോദിക്കുകയാണ്. സദസ്യരാണ് സംശയച്ചേത്താക്കൾ. ദേവന്മാരെ ആവാഹിച്ചിട്ടും അവർ വരുന്നില്ല. സോമപാത്രങ്ങളുടെ രസം സ്വീകരിക്കുന്നില്ല. അല്ലയോ സദസ്യരെ, ഈ യാഗത്തിൽ എൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വൈകല്യം എന്തെന്ന് നിങ്ങൾ പറഞ്ഞാലും പറയുകയാണ്. അപ്പോൾ
സദസ്സിൻ്റെ നാഥന്മാരെ ഈ യാഗത്തിൽ വിളിക്കപ്പെട്ട ദേവന്മാർ വരാതിരിക്കാനും അവർക്ക് വേണ്ടി സമർപ്പിച്ച സോമപാത്രങ്ങളെ സ്വീകരിക്കാതിരിക്കുവാനും ഞാൻ എന്ത് ദോഷമാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയുവിൻ. അപ്പോൾ ഹേ സദസ്സിൻ്റെ നാഥന്മാരെ, ആ യാഗത്തിൽ വിളിക്കപ്പെട്ട ദേവന്മാർ വരാതിരിപ്പാനും അവർക്കായി സമർപ്പിച്ച സോമപാത്രങ്ങളെ സ്വീകരിക്കാതിരിപ്പാനും ഞാൻ എന്തൊരു ദോഷമാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ പറയണം എന്നാണ് ആ ശ്ലോകം. അത് കഴിഞ്ഞിട്ടാണ് 31-ാമത്തെ ശ്ലോകം സദസ്സസ്പദ. അപ്പോൾ സദസ്യർ പറയുകയാണ്, നരദേവേഹ ഭവതോ നാഖം താവൻ മനാക് സ്ഥിതം. അല്ലയോ രാജാവേ, അങ്ങയാൽ യാതൊരു പാപവും ചെയ്തിട്ടില്ല. താവൻ മനാക്, അല്പം പോലും ചെയ്തിട്ടില്ല. അസ്തേകം, എന്നാൽ ഒരു മുൻജന്മത്തിലെ പ്രാക്തനമഖം, മുൻജന്മത്തിലെ ദുരിതം ഇവിടെ ബാക്കി കിടപ്പുണ്ട്. യതിഹേത്, അതുകൊണ്ടാണ് അങ്ങക്ക് ഇവിടെ പ്രജകളില്ലാതെ ജീവിക്കേണ്ടി വരുന്നത്. അതിലത്തെ നരദേവേഹ ഭവതോ നാഖം താവൻ മനാക് സ്ഥിതം അസ്തേകം പ്രാക്തനമഖം യതിഹേദൃക് ത്വം അപ്രജ. 31-ാമത്തെ ശ്ലോകം. ഹേ നരദേവ, അലയോ രാജാവേ, ഭവതഃ, ഭവാന്, ഇഹ താവത്, ഈ വിഷയത്തിൽ, മനാഖ്, അല്പവും, അഖം, ദോഷം, നസ്ഥിതം, ഇവിടെ നിൽപ്പില്ല, ഏകം, ഒരു, പ്രാക്തനം, മുജ്ജന്മത്തിലെ ദുരിതം, അസ്ഥി, ഉണ്ട്, അതിനാൽ, ഇഹ, ഈ ജന്മത്തിൽ അങ്ങ് ഇങ്ങനെ സന്താനമില്ലാത്തവനായിട്ട് അനുഭവിക്കണം. അപ്പോൾ ഇതിലത്തെ അന്വയമന്ത്രി, നരദേവ ഭവത ഇഹ താവത് മനാഖ് അഖം നസ്ഥിത. ആദ്യം പറഞ്ഞു ഏകം പ്രാക്തനം അഖം അസ്തി യത് ഇഹ ത്വം ഈദൃക് അപ്രജ. ഈ യജ്ഞത്തിന് അങ്ങയുടെ ഭാഗത്തു നിന്ന് യാതൊരു വൈകല്യവും വന്നിട്ടില്ല. എന്നാൽ അങ്ങക്ക് പൂർവ്വജന്മത്തിലുള്ള ഒരു പാപമുണ്ട്. അതാണ് അങ്ങക്ക് ഈ ജന്മത്തിൽ സന്താനമുണ്ടാക്കാത്തതിന് കാരണം. സദസ്സസ്പതികൾ പറഞ്ഞു, ഏ രാജാവേ, ഈ ജന്മത്തിൽ അങ്ങക്ക് അല്പം പോലും പാപമില്ല. മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ളൊരു പാപമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ജന്മത്തിൽ അങ്ങക്ക് സ്വധർമ്മം നിലനിർത്തുവാൻ സന്താനം ഉണ്ടായിട്ടില്ല. സദസ്സസ്പതികൾ പറയുകയാണ്, രാജൻ, ഈ ജന്മത്തിൽ ധർമ്മം തെറ്റാതെ ഇരിക്കുന്ന അങ്ങക്ക് യാതൊരു പാപവുമില്ല. എന്നാൽ ജന്മാന്തരകൃതമായിരിക്കുന്നൊരു പാപം ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. എങ്ങനെ അറിഞ്ഞു എന്നാൽ പറയാം. ഇപ്രകാരം ധാർമ്മികനായ അങ്ങക്ക് ഈ ജന്മത്തിൽ സന്താനം ഉണ്ടായിട്ടില്ലല്ലോ. സന്താനം അല്ലേ വംശത്തെ നിലനിർത്തുന്നത്. അതില്ലാതിരിക്കുന്നതിനാൽ ജന്മാന്തരത്തിൽ സ്വധർമ്മത്തെ വേണ്ടതുപോലെ നടത്തിയിട്ടില്ലെന്ന് എന്ന കാര്യത്തിൽ നടത്തിയിട്ടില്ലെന്ന കാര്യത്താൽ ആ കാരണത്തെ അനുമാനിക്കാം എന്നുള്ള ന്യായത്താൽ അറിഞ്ഞുകൊള്ളണം. സ്വധർമ്മം മുഴുവൻ ആചരിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? കുട്ടികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് വിചാരിക്കാമെന്ന്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ദേവാ കുതോ നായാന്തി ഭാഗാൻ കുതോ ന ഗൃഹന്തി മയാ കിം അപരാധം തത്. ഞാൻ എന്ത് അപരാധ ചെയ്തതെന്ന് പറയും. അപ്പോൾ സദസ്യർ പറയുകയാണ്, സദസ്സസ്പദേഹ ഊചുഹു, ഏ രാജൻ, അല്ലയോ രാജാവേ, തവ പ്രാക്തനമഖമസ്തി, അങ്ങക്ക് മുൻജന്മത്തിലെ ഒരു ചെറിയ പാപം അവിടെ ഉണ്ട്. യതസ്ത്വം അപ്രജോസി, അതുകൊണ്ടാണ് എനിക്ക് കുട്ടികളില്ല ഇരിക്കുന്നത്. അപ്പോൾ അതാണ് അതിലത്തെ വ്യാഖ്യാനം. സദസ്സസ്പദയാ ഊചുഹു, ഹേ രാജൻ, തവ പ്രാക്തനമഖമസ്തി യതസ്ത്വം അപ്രജോസി. എന്നുകൂടി പറയാം. സദസ്പദയ ഊചുഹു, ഹേ രാജൻ, തവ പ്രാക്തനമഖമസ്തി യതസ്ത്വം അപ്രജോസി. അപ്പോൾ അടുത്ത ശ്ലോകം. തഥാ സാധായ ഭദ്രം തേ ആത്മാനം സുപ്രജം കുരു ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക്. തഥാ സാധയ ഭദ്രം തേ ആത്മാനം സുപ്രജം കുരു ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക്. യജ്ഞഭുക്കുകളായിരിക്കുന്ന മഹാവിഷ്ണു
ബുക്കായിരിക്കണം മഹാവിഷ്ണുവിന് യജിക്കപ്പെട്ടാൽ പുത്രാർത്ഥിയായിരിക്കുന്ന അങ്ങയ്ക്ക് പുത്രനെ നൽകും. അപ്രകാരം നിർവഹിക്കുക. അപ്രകാരം ഈ യജ്ഞം നിർവഹിക്കാൻ അവനവനെ സത്സന്താനമുള്ളവനാക്കുക. അങ്ങക്ക് അതുകൊണ്ട് മംഗളം വരും. സ്വന്തം അവനവന് കുട്ടികളുണ്ടാകുക എന്നുള്ളതുകൊണ്ട് അവനവന് മംഗളം വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ യജ്ഞം ചെയ്യാൻ യജ്ഞഭുക്കായിരിക്കുന്ന മഹാവിഷ്ണു യജിക്കപ്പെട്ടാൽ പുത്രാർത്ഥിയായിരിക്കുന്ന തേ അങ്ങയ്ക്ക് പുത്രനെ ദാസ്യതി നൽകും. തഥാ അപ്രകാരം സാധയ നിർവഹിക്കുക. പ്രകാരം ഈ യജ്ഞം നിർവഹിക്കാൻ ആത്മാനം അവനവനെ സുപ്രജം കുരു സൽസന്താനമുള്ളവനാക്കുക. തേ ഭദ്രം അങ്ങയ്ക്ക് മംഗളം വരട്ടെ. അതാണ് തഥാ സാധയ ഭദ്രം തേ അങ്ങയ്ക്ക് മംഗളം വരട്ടെ. ആത്മാനം സുപ്രജം കുരു അങ്ങയെ ഒരു പ്രജയുള്ളവനാക്കി തീർക്കൂ. ഇഷ്ടസ്ഥേ ഇഷ്ടമുള്ള ആ പുത്ര കാമസ്യ ഇഷ്ടസ്ഥേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജിക്കപ്പെടുക. പുത്രാർത്ഥിയായിട്ടുള്ള പുത്രാർത്ഥിയായ അങ്ങ് വിഷ്ണു ഭഗവാനെ യജിക്കാൻ. പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക്കിനെ യജിക്കാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യജ്ഞഭുക്കായിരിക്കുന്ന മഹാവിഷ്ണു യജിക്കപ്പെട്ടാൽ പുത്രകാമസ്യ പുത്രാർത്ഥിയായ തേ അങ്ങയ്ക്ക് പുത്രനെ ദാസ്യതി നൽകും. തഥാ അപ്രകാരം സാധയ നിർവഹിക്കുക. ആത്മാനം അവനവനെ സുപ്രജം കുരു സൽസന്താനമുള്ളവനാക്കുക. തേ ഭദ്രം അങ്ങയ്ക്ക് മംഗളം ഉണ്ടാവട്ടെ. ഒന്നുകൂടി പറയാം. യജ്ഞഭുക്കായിരിക്കുന്ന മഹാവിഷ്ണു യജിക്കപ്പെട്ടാൽ പുത്രകാമസ്യ പുത്രാർത്ഥിയായിരിക്കുന്ന തേ അങ്ങയ്ക്ക് പുത്രനെ ദാസ്യതി നൽകും. തഥാ അപ്രകാരം സാധയ നിർവഹിക്കുക. ആത്മാനം അവനവനെ സുപ്രജം കുരു സൽസന്താനമുള്ളവനാക്കുക. തേ ഭദ്രം അങ്ങയ്ക്ക് ഭദ്രം വരട്ടെ. അപ്പോൾ യജ്ഞഭുക് പുത്രകാമസ്യ തേ പുത്രം ദാസ്യതി. തഥാ സാധയ ആത്മാനം സുപ്രജം കുരു തേ ഭദ്രം. എന്നുകൂടി പറയാം. യജ്ഞഭുക് പുത്രകാമസ്യ തേ പുത്രം ദാസ്യന്തി. തഥാ സാധയ ആത്മാനം സുപ്രജം കുരു തേ ഭദ്രം. യജ്ഞഭുക്കായിരിക്കുന്ന മഹാവിഷ്ണു യജിക്കപ്പെട്ടാൽ പുത്രാർത്ഥിയായ അങ്ങയ്ക്ക് പുത്രനെ ലഭിക്കും. അപ്രകാരം നിർവഹിക്കുക. അവനവനെ സൽസന്താനമുള്ളവനാക്കുക. അങ്ങയ്ക്ക് മംഗളം വരട്ടെ. അപ്പോൾ ഇവിടെ അങ്ങയ്ക്ക് മംഗളം വരട്ടെ. അങ്ങയ്ക്ക് നല്ല സൽപുത്രൻ ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ട് അങ്ങ് യാഗം ചെയ്താൽ ആ മഹാവിഷ്ണു അങ്ങയ്ക്ക് പുത്രനെ നൽകും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകാരം ധാർമ്മികനായ അതുകൊണ്ട് അങ്ങ് സൽപുത്രനെ സമ്പാദിപ്പാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ദേവന്മാർ യാഗങ്ങളെ സ്വീകരിക്കും. പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് ശ്രീഹരിയെക്കുറിച്ച് യാഗം ചെയ്യുക. ആ യാഗത്തെ ഭഗവാൻ സ്വീകരിച്ച അങ്ങയ്ക്ക് പുത്രനെ നൽകും. ഇവിടെ തഥാ ദേവ അതോ യഥാ പുത്ര അതുകൊണ്ട് പുത്രൻ സ്യാത് തഥാ സാധയ പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണ്ട യജ്ഞം ചെയ്യാൻ. അതോ യഥാപുത്ര ആ പ്രകാരമുള്ളൊരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്യാത് തഥാ അതുപോലെ യജ്ഞം ചെയ്യാൻ. അതോ യഥാപുത്ര സ്യാത് തഥാ സാധയ ഭഗവാൻ പുത്രകാമേഷ്ടേഷ്ടശ്ചേൽ തവ പുത്രം ദാസ്യതി. അങ്ങ് ഭഗവാൻ ആ പുത്രനെ കാമിക്കുന്ന അങ്ങയ്ക്ക് ആ യജ്ഞം ചെയ്താൽ
ചെയ്തു കഴിഞ്ഞാൽ തവ പുത്ര അങ്ങക്ക് പുത്രനെ നൽകും. ഭഗവാൻ പുത്രകാമേഷ്ടയേഷ്ടശ്ചേത് തവ പുത്രം ദാസ്യതി. അതോ യഥാ പുത്രഃ സ്യാത് തഥാ സാധയ. ഭഗവാൻ പുത്രകാമേഷ്ടയേഷ്ടശ്ചേത് തവ പുത്രം ദാസ്യതി. നിങ്ങൾക്ക് പുത്രനെ നൽകും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അടുത്തത് 33-ാമത്തെ ശ്ലോകം. തഥാ സ്വഭാഗധേയാനി ഗൃഹീഷ്യന്തി ദിവൗകസഃ യത് യജ്ഞപുരുഷഃ സാക്ഷാദപത്യായ ഹരിവൃതഃ. തഥാ സ്വഭാഗധേയാനി ഗൃഹീഷ്യന്തി ദിവൗകസഃ യത് യജ്ഞപുരുഷഃ സാക്ഷാത് അപത്യായ വൃതഃ. അങ്ങനെ ആ സാക്ഷാത്തായിരിക്കുന്ന യജ്ഞപുരുഷനായിരിക്കുന്ന മഹാവിഷ്ണു ലബ്ധിക്കായിട്ട് വരിക്കപ്പെട്ടവനാകയാൽ അദ്ദേഹത്തെ സ്വീകരിക്കപ്പെട്ടവനാകയാൽ ദേവന്മാർ അവരവരുടെ ഭാഗങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ എത്തിക്കൊള്ളും എന്നാണ് പറയുന്നത്. തഥാ സ്വഭാഗം ധേയാനി. അപ്പോൾ സ്വന്തം ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഗൃഹീഷന്തി ദിവൗകസ ദേവന്മാർ സ്വീകരിക്കും. എങ്ങനെ? എന്ത് ചെയ്താൽ? ആ യജ്ഞം ചെയ്താൽ, പുത്രൻ ഉണ്ടാവേണ്ട യജ്ഞം ചെയ്താൽ, യജ്ഞപുരുഷ സാക്ഷാത് അപത്യായ ഹവിർഹൃത ഹരിക്ക് വേണ്ടിയിട്ട് അങ്ങനെ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ദേവന്മാർ വന്നിട്ട് ആ യാഗഭാഗം സ്വീകരിക്കുന്നു പറയുന്നത്. അപ്പോൾ തഥാ അങ്ങനെ സാക്ഷാത്തായിരിക്കുന്ന പുരുഷ യജ്ഞപുരുഷനായിരിക്കുന്ന ഹരിഹി മഹാവിഷ്ണു അപത്യായ സന്താനലബ്ധിക്കായിട്ട് വൃതഃ വരിക്കപ്പെട്ടാൽ ദിവൗകസഹ ദേവന്മാർ സ്വഭാഗധേയാനി അവരവരുടെ ഭാഗങ്ങൾ ഏതോ അത് ഗ്രഹിച്ചുകൊള്ളും. കൂടി പറയാം. തഥാ അങ്ങനെ സാക്ഷാത്തായിരിക്കുന്ന പുരുഷ യജ്ഞപുരുഷനായിരിക്കുന്ന ഹരി മഹാവിഷ്ണു അപത്യായ സന്താനലബ്ധിക്കായിട്ട് വൃതഃ വരിക്കപ്പെട്ടവനായാൽ ദിവൗകസഹ ദേവന്മാർ സ്വഭാഗധേയാനി അവരവരുടെ ഭാഗങ്ങൾ ഏതോ അത് ഗ്രഹിഷ്യന്തി സ്വീകരിച്ചുകൊള്ളും. തന്വയം. തഥാ സാക്ഷാത് പുരുഷ ഹരിഹി അപത്യായ വൃതഃ ദിവൗകസഃ സ്വഭാഗധേയാനി യത് ഗ്രഹിഷ്യന്തി. എന്നൂടി പറയാം. തഥാ സാക്ഷാത് പുരുഷ ഹരിഹി അപത്യായ വൃതഃ ദിവൗകസഃ സ്വഭാഗധേയാനി യത് ഗ്രഹിഷ്യന്തി. അങ്ങനെ ആ സാക്ഷാത്തായിരിക്കുന്ന യജ്ഞപുരുഷനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ സന്താനലബ്ധിക്കായിട്ട് വരിക്കപ്പെട്ടവനായാൽ ദേവന്മാർ അവരവരുടെ ഭാഗങ്ങൾ വന്ന് സ്വീകരിച്ചു കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഒരു സൽപുത്രനെ സമ്പാദിക്കാനായി ശ്രമിച്ചാലും ഭഗവാനെ പുത്രകാമനായി യജിച്ചാൽ നിങ്ങളെല്ലാം സ്വീകരിക്കുന്നവനായിരിക്കുന്ന ശ്രീഹരി അങ്ങയ്ക്കും പുത്രനെ നൽകും. അങ്ങയ്ക്ക് മംഗളം നേരുന്നു. യജ്ഞപുരുഷനായിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയെ പുത്രലബ്ധിക്കായിട്ട് യജിച്ചാൽ എല്ലാ ദേവന്മാരും അവരവരുടെ ഭാഗങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതിനാൽ ആദ്യം അങ്ങ് സൽപുത്രനെ സമ്പാദിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താലും അങ്ങക്ക് മംഗളമുണ്ടാകും. പുത്രൻ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെ ആ ശ്രീഹരിക്കായിട്ട് യാഗം ചെയ്യുക. ഭഗവാൻ യജ്ഞഭുക്കായി വന്ന് അങ്ങക്ക് പുത്രനെ ദാനം ചെയ്യും. സാക്ഷാൽ ശ്രീഹരിയെ അങ്ങ് സന്താനാർത്ഥം വരിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുക. അപ്പോൾ ഭഗവാൻ പ്രസാദിക്കും. അതിനുശേഷം ദേവന്മാർ അവരുടെ ഭാഗങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് അങ്ങ് സൽപുത്രനെ സമ്പാദിക്കാനായി ശ്രമിക്കുക. എന്നാൽ ആ ദേവന്മാർ യാഗങ്ങളെ സ്വീകരിക്കും. പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് ശ്രീഹരിയെക്കുറിച്ച് യാഗം ചെയ്യുക. ആ യാഗത്തെ ഭഗവാൻ സ്വീകരിച്ച് അങ്ങയ്ക്ക് പുത്രനെ നൽകും. സാക്ഷാൽ ശ്രീഹരിയെ സന്താനാർത്ഥം അങ്ങുന്ന് വരിക്കുമ്പോൾ ഭഗവാൻ പ്രസാദിക്കും. ആ ശ്രീഹരി പ്രസാദം ലഭിച്ചാൽ ദേവന്മാർ അവരവരുടെ ഭാഗങ്ങളെ സ്വീകരിച്ചു കൊള്ളും എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വ്യാഖ്യാനത്തിൽ തഥാ ദേവാഹ ഭാഗം ഗ്രഹിഷ്യന്തി. അപ്പോൾ അതോ യഥാ
പുത്ര സ്യാത് തഥാ സാധയ. അങ്ങനെ യജ്ഞബുക്കിനായിട്ട് യജ്ഞം ചെയ്യുക. ഭഗവാൻ പുത്രകാമേഷ്ടേഷ്ടേൽ തവ പുത്രം ദാസ്യ. അങ്ങേക്ക് പുത്രനെ നൽകും. തഥാ ദേവ. അപ്രകാരം ദേവന്മാർ അവരുടെ ഭാഗം ഗ്രഹിഷ്യന്തി. യഥോപത്യായ ഹരിർവൃത. ആ അപത്യത്വത്തിന് ഹരിയെ വരിച്ചു കഴിഞ്ഞാൽ ആ ദേവന്മാരെല്ലാം ആ സ്വന്തം ഭാഗങ്ങളെ വന്നിട്ട് ഗ്രഹിഷ്യതി. തഥാ ദേവാഹ ഭാഗം ഗ്രഹീഷ്യന്തി യഥോപത്യായ ഹരിർവൃത സ്യാത്. അതാണ് വ്യാഖ്യാനം. തഥാ ദേവാഹ ഭാഗം ഗ്രഹീഷ്യന്തി യഥോപത്യായ ഹരിർവൃത സ്യാത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.